ഹലോ, ഇവിടെ കൂടിയിരിക്കുന്ന മാന്യ ആൾക്കാരെ ശ്രദ്ധിക്കണം. ഇവിടെ നല്ല ഒരുപാട് ആയുർവേദ മരുന്ന് ഇവിടെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ മരുന്നുകൾ എന്ന് പറയുമ്പോഴേ ആയുർവേദത്തിലെ വിശിഷ്ടങ്ങളായ ഒരുപാട് മരുന്നുകളാണ്. ഈ മരുന്നുകൾ നിങ്ങൾക്ക് നോക്കാം. കാര്യം വെച്ചാൽ ഇവിടെ ചതി വഞ്ചന കള്ളത്തരങ്ങളൊന്നുമില്ല. ഇവിടെ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഇവിടെ വെച്ച് തന്നെ ഞാൻ ഈ മരുന്നുകൾ കാച്ചി ആറ്റി അരിച്ച് കൊടുക്കുന്ന മരുന്നുകളാണ്. അത് ഒരുപാട് മരുന്നുകളുണ്ട്. ഇടംപിരി വിലംപിരി എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. വാദസംബന്ധമായ അസുഖങ്ങൾക്ക് ഒത്തിരി മരുന്നുണ്ട്. രാമച്ചമുണ്ട്, ദേവതാരം, രക്തചന്ദനം, ചന്ദനം, മൈസൂർ ചെമ്പകത്തിന്റെ അരി, ഇടംപിരി വലംപിരി, ചിത്തേലം, വേമ്പാട, അതുപോലെ നല്ലെണ്ണ, കടുകെണ്ണ, ആവണക്കെണ്ണ, അതുപോലെ കരിഞ്ജീരകം, നല്ല ജീരകം, കാട്ടുജീരകം, പെരിഞ്ചീരകം, ഇങ്ങനെയുള്ള ഒരുപാട് മരുന്നുകൾ നിരത്തി വെച്ച് ഇവിടെ വെച്ച് തന്നെ കാച്ചിയെടുക്കുന്ന ഒരു ആയുർവേദ തൈലമാണ്. പിന്നെ നിങ്ങൾക്ക് എത്ര പഴകിയ വേദനക്കാരുണ്ടെങ്കിലും ഇങ്ങോട്ട് കടന്നു വരാം കേട്ടോ. വേദന എന്ന് പറയുമ്പോഴത്തേന് മനസ്സിന്റെ വേദനയല്ല, ശരീരത്തിനുണ്ടാകുന്ന ഏതുവിധമായ വേദനകളെയും ഈ സ്പോട്ടിൽ വെച്ച് തന്നെ ഞങ്ങൾ മാറ്റിത്തരാം. എൻ്റെ കഴിവൊന്നുമല്ല. കാര്യം വെച്ചാൽ ഞാൻ കളരിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ തൈലം ഞാനിവിടെ പരിചയപ്പെടുന്ന പറയാൻ മരുന്നിന്റെ കഴിവ് മാത്രമേ ഉള്ളൂ. ഞാൻ ആർക്കും തിരുമ്മിയും തരത്തില്ല. അതുപോലെ വേദനക്കാരുണ്ടെങ്കിൽ മാത്രം ഞാൻ അല്പം തൈലം തടയി തരാം. അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ അല്പം തൈലം എടുത്ത് നിങ്ങളുടെ കയ്യിൽ തന്നെ തരാം. നിങ്ങൾ തന്നെ പുരട്ടുക. ഇത് ഗുണമുണ്ടെങ്കിൽ മാത്രം ഈ തൈലം വാങ്ങിച്ചാൽ മതി. ഇത് വാദസംബന്ധമായ വേദനകൾക്ക് നല്ലതാണ്. വാദത്തരിപ്പ്, വാദമരവിപ്പ്, കോച്ചുകൊളുത്ത്, മിന്നൽ വിലക്കങ്ങൾ, കാൽമുട്ടുവേദന, കൈമുട്ടുവേദന, നടുവിന് വേദന, നട്ടല് വേദന, സന്ധികളിൽ പേശികളിലൊക്കെ വേദന ഉണ്ടെങ്കിൽ, വാദത്തരിപ്പും വാദമരവിപ്പും കോച്ചും കൊളുത്തും മിന്നൽ വിലക്കം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇരിക്കാൻ പറ്റത്തില്ല, ഇരുന്നിട്ട് എണ്ണിക്കാൻ പറ്റത്തില്ല, നടുവിനൊക്കെ അസഖ്യമായ വേദന, നടുവെന്ന് പറഞ്ഞാൽ ഊര എന്നൊക്കെ പറയും, അങ്ങനെയുള്ള വേദനക്കാരുണ്ടെങ്കിൽ ഈ തൈലം വളരെ നല്ലതാണ്. അതുപോലെ കാൽമുട്ടും മാറ്റാൻ പറ്റത്തില്ല. രാവിലെ നമുക്ക് എണീറ്റിട്ട് കക്കൂസിൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയിരിക്കത്തില്ലേ, നന്നായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, ഭിത്തിയുടെ ബലത്തിൽ ഇങ്ങനെ പിടിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്ര പഴകിയ വേദനക്കാരുണ്ടെങ്കിൽ ഈ തൈലം ഒരു 10 ദിവസക്കാലം രാവിലെയും വൈകുന്നേരം പുരട്ടി നോക്കിക്കുക. ചൂടാവിയൊന്നും പിടിക്കേണ്ട. വളരെ നല്ല ഒരു തൈലമാണ്. തൈലം ആവശ്യക്കാർക്ക് സഹകരിക്കാം. ആയുർവേദത്തിലെ മഹാപണ്ഡിതന്മാരായ അഗസ്ത്യരും വള്ളവരും ധന്വന്തരിയൊക്കെ ആയുർവേദ ഗ്രന്ഥങ്ങളിലും ചെമ്പ് തകിടുകളിലും താളിയോല ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയിട്ടുള്ള ആയുർവേദത്തിലെ വിശിഷ്ടങ്ങളായ ഒരുപാട് മരുന്നുകളെ കൊണ്ട് തയ്യാർ ചെയ്യുന്നത്. അതിനകത്ത് കള്ളത്തര ചെറുതൊന്നുമില്ല. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ നല്ല ഒരു തൈലമാണ് കേട്ടോ. തൈലം ആവശ്യക്കാർക്ക് ചോദിക്കാം. ഇതിന്റെ വില എന്ന് പറയുന്നത് 50 രൂപ, 100 രൂപയാണ്. അതായത് ചെറിയ ബോട്ടിലുണ്ട് 100 മില്ലി, അതിന്റെ വിലയാണ് 50 രൂപ. അതിന്റെ ഇരട്ടി ഉണ്ട് 250 മില്ലി ഉണ്ട്, അതിന്റെ വില എന്ന് പറയുന്ന 100 രൂപയാണ്.